നാം ഒന്നിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. അപ്പോൾ നാം ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കണം എന്നതാണ്. ഞാൻ സമയം അധികം ആമുഖമായിട്ട് എടുക്കാതെ വേഗത്തിൽ മുമ്പോട്ട് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് തുടർന്ന് വന്നിരുന്നത് നമുക്ക് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാമെന്നതായിരുന്നു. അതിനുള്ള മാർഗങ്ങളായി നാം കണ്ടത് ആദ്യം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നതായിരുന്നു ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നവരായിരിക്കണം എന്നതാണ്. കേവലം ദൈവേഷ്ടം അറിയുന്നവരായിരുന്നാൽ പോരാ, മറിച്ച് ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൈവേഷ്ടം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നവരിലുള്ള പ്രത്യേകമായിട്ടുള്ള ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അതിലൊന്നാമതായി കണ്ടു, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവരായിരിക്കും ദൈവേഷ്ടം ചെയ്യുന്നവർ. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നവർ തങ്ങളുടെ ജീവിതങ്ങളിൽ മറ്റേത് കാര്യങ്ങൾ വരുമ്പോഴും ആദ്യ സ്ഥാനം ദൈവത്തിന്. അത് സഭായോഗങ്ങളോടുള്ള ബന്ധത്തിലും തീരുമാനങ്ങളോടുള്ള ബന്ധത്തിലുമൊക്കെ നാം ആ കാര്യം ചിന്തിച്ചതാണ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ താഴ്മയുള്ളവരായിരിക്കുമെന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. യഥാർത്ഥ താഴ്മ അതെന്താണെന്ന് നാം കണ്ടു. അത് കേവലം ഞാൻ ഒന്നും മിണ്ടുകയില്ല, ഏത് കാര്യങ്ങൾ വന്നാലും എത്ര വലിയ ചർച്ചകൾ നടന്നാലും അല്ലെങ്കിൽ അനാത്മികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ അനങ്ങുകയില്ല എന്ന് പറയുന്നതല്ല, ഞാൻ ഒരു വാക്കും പോലും സംസാരിക്കുകയില്ല എന്ന് പറയുന്നതല്ല, മറിച്ച് ദൈവേഷ്ടം ചെയ്യുന്നവർ താഴ്മയുള്ളവരായിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം ദൈവം എന്താണോ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് നിവൃത്തീകരിക്കുവാൻ, അത് ചെയ്യുവാൻ അവർ സന്നദ്ധരായിരിക്കുമെന്നതാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ. അപ്പോൾ ദൈവം ഏത് സ്ഥാനമാണോ നമുക്ക് നൽകിയിരിക്കുന്നത് അതേ മനോഭാവത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ചെയ്യുവാനും ദൈവം അതിനുള്ള കൃപ നൽകും. അങ്ങനെയുള്ളവരാണ് താഴ്മയുള്ളവർ. അല്ലാതെ ഞാൻ ഒന്നിലും ഇടപെടുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ താഴ്മയുള്ളവരാണെന്ന് ദൈവവചനത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ നാം വിശദമായി ചിന്തിച്ചതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കുന്നില്ല, വേഗത്തിൽ മുന്നോട്ട് വരാം. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ദൈവം നൽകിയിരിക്കുന്നത് എന്തും ദൈവത്തിനായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും ദൈവേഷ്ടം ചെയ്യുന്നവർ. ദൈവം നൽകിയിരിക്കുന്നതൊക്കെയും ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാനുള്ള മനസ്സുള്ളവരും പ്രയോജനപ്പെടുത്തുന്നവരുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നവർ. പ്രിയരെ, ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല, എങ്കിലും അക്കമിട്ട് 2-3 ഇങ്ങനെ ഒന്ന് പറയട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന് മടക്കി കൊടുക്കുന്നവരായി, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരായി തീരണം. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തോ അത് ദൈവത്തിന് മടക്കി കൊടുക്കുവാനുള്ള ഒരു മനോഭാവമുള്ളവരായി തീരുക എന്നതാണ്. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണെന്നുള്ള ബോധ്യം വേണം. നാം മുമ്പ് വായിച്ചൊരു വാക്യമാണ്, എങ്കിലും അതൊന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് നാം വായിക്കേണ്ടിയിരിക്കുന്നു. 16-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന വസ്തുത, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യം, കർത്താവ് ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ബോധ്യമുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതൊക്കെ ദൈവത്തിന് തിരികെ നൽകുവാൻ നാം ബാധ്യസ്ഥരാണ്. യോബ് പറഞ്ഞത് വാക്കുകൾ നമുക്കറിയാമല്ലോ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, ദൈവം നമുക്ക് നൽകിയതൊക്കെ ദൈവത്തിന് കൊടുക്കുവാൻ അങ്ങനെ മനസ്സുള്ളവരായിത്തീരണം. സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോഴും അത് വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യമാണ്.
രണ്ടാമത്തെ കാര്യം, ഞാൻ 2-3 കാര്യങ്ങൾ പറയുന്നുവെങ്കിലും അതിലൊരു കാര്യത്തിലാണ് ഇന്ന് അധികം സമയം ചെലവഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അത് ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. 2, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ അത് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏത് മേഖലയിലാണോ ദൈവം നമ്മെ ബലപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ കഴിവുകൾ നൽകി താലന്തുകൾ നൽകിയിരിക്കുന്നത്, നാച്ചുറൽ ടാലൻസ്, ഞാൻ സംസാരിക്കുന്നത് സ്വാഭാവിക കഴിവുകളെക്കുറിച്ചാണ്. ജന്മസിദ്ധമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ അത് ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ദൈവം നമുക്ക് ജന്മസിദ്ധമായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് തന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അങ്ങനെ ലഭിച്ചിരിക്കുന്നവരെന്താ ചെയ്യേണ്ടത്? അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകപ്രകാരം പോകുന്നതിന് പകരം ദൈവം നൽകിയിരിക്കുന്ന ഈ ടാലൻറ്റ് അത് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാതെ സ്വന്തം ഇഷ്ടം പോലെ ലോകപ്രകാരമൊക്കെ ഇഷ്ടം പോലെ പോകുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, സ്വാഭാവിക കഴിവുകളും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ എന്നതാണ്. അപ്പോൾ യഥാർത്ഥമായും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതൊക്കെ ദൈവത്തിന് തിരികെ നൽകണം. അതിലേറ്റവും ഞാനിങ്ങനെ പറയട്ടെ, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ത് നൽകണം എന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവത്തിന് നൽകുവാൻ, നമുക്ക് മടക്കി നൽകുവാൻ ഇടവരണം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് കോട്ടയത്തുള്ള പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചോളം നിങ്ങളൊക്കെ കൃപാവരങ്ങൾ എന്നുള്ള വിഷയം പഠിച്ചിട്ടുള്ളവരാണ്. ആത്മീക വരങ്ങൾ ഏതെല്ലാമാണെന്നറിയാം. ഇന്ന് നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതിനെക്കുറിച്ചുമൊക്കെ അത്യാവശ്യം നല്ല ബോധ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എങ്കിലും എന്താണ് കൃപാവരം എന്ന് മാത്രം ഒന്ന് പറഞ്ഞും ഏതെല്ലാമാണ് നമുക്ക് ഇന്നുള്ളതെന്ന് അക്കമിട്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്താണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ? അനേക പ്രിയപ്പെട്ടവരും കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പ്രാർത്ഥനയിൽ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദൈവമേ അങ്ങ് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് കൃപയും കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം, കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വചനപ്രകാരം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നാം പല കാര്യങ്ങളും ഈ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചു, വചനപ്രകാരം പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. അതിനൊരു കാര്യം നാം മുമ്പ് ചിന്തിച്ചിരുന്നു. ദൈവമേ ഞങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ അങ്ങ് എന്നോടുകൂടെ ഇരിക്കണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യം വിശ്വാസികൾക്കില്ല. കാരണം കർത്താവ് നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങ് കൂടെ ഇരിക്കണം എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിവിടെ അതിനോട് ചേർത്ത് ചിന്തിക്കാൻ കഴിയും. ദൈവം എനിക്ക് കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണം, കൃപാവരങ്ങൾ ഈ സഹോദരൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട മാത്രയിൽ ആ നിമിഷം തന്നെ ദൈവം കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരം ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശരിയായ പ്രാർത്ഥനയല്ല. മറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ദൈവമേ പിതാവേ എൻ്റെ കൃപാവരങ്ങളെ എനിക്ക് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവമേ അങ്ങ് എനിക്ക് കൃപാവരം നൽകിയിട്ടുണ്ട്, ഇത് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരം, നിന്നിൽ ഞാൻ നൽകിയ ആ കഴിവ് അത് നീ പ്രയോജനപ്പെടുത്തിയോ? അത് എൻ്റെ നാമമഹത്വത്തിനായി സഭയുടെ ആത്മീക വർധനവിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൃപാവരങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് കടന്നു വരാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന് തിരികെ നൽകണമെങ്കിൽ എന്താണ് നൽകിയിരിക്കുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ കൃപാവരത്തിന് ഇങ്ങനെയൊരു ലളിതമായൊരു നിർവചനം എങ്ങനെ പറയട്ടെ? ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ഗിവൻ ബൈ ഗോഡ് ടു ഈച്ച് വൺ ഇൻ ദി അസംബ്ലി ഫോർ ഇറ്റ്സ് സ്പിരിച്വൽ ഗ്രോത്ത്.
കൃപാവരം എന്ന് പറയുന്നത് സഭയിലെ ഓരോ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ ആത്മീക വർധനവിനായി നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവാണ്. ഒന്നുകൂടെ ഒന്ന് പറയാം, ലളിതമാണ്, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോയെങ്കിലും അത് ലളിതമായ കാര്യമാണ്. സഭയിലെ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ ആത്മീക വർധനവിനായി നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവാണ് കൃപാവരമെന്ന് പറയുന്നത്. മറ്റനേകം നിർവചനങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് നിർത്തുന്നതും ഇതിനേക്കാളും കുറച്ചുകൂടെ ആശയങ്ങൾ നിറഞ്ഞതുമായ നിർവചനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞത് വളരെ ഒറ്റ വാക്കിൽ ഓർത്തിരിക്കാൻ കഴിയുന്നതാണ്. അതിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ്? ഇതാരാ നൽകിയത്? ദൈവം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് നൽകുന്നതാണ്. ഇനി എന്തിനാ നൽകിയിരിക്കുന്നത്? സഭയുടെ ആത്മീക വർധനവിനു വേണ്ടി, ക്രിസ്തുവെന്ന തലയോളം സഭ വളരുവാൻ വേണ്ടി, വിശ്വാസികൾ വളരുവാൻ വേണ്ടി, ആത്മീക വർധനവിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ കഴിയും, ദൈവമേ, എനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരം ഞാനായിരിക്കുന്ന സ്ഥലം സഭയിൽ അത് ഏറ്റവും പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, നമുക്ക് നൽകിയിരിക്കുന്ന സ്വാഭാവിക കഴിവുകൾ, അതുപോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരം, അത് ദൈവനാമ മഹത്വത്തിനായി, സഭയുടെ ആത്മീക വർധനവിനായി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കേവലം സഭയിൽ പോയി ഇരുന്ന് മടങ്ങി വരുന്നവനായി തീരുവാൻ പാടില്ല. പല വിശ്വാസികളും അങ്ങനെയാണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ശുശ്രൂഷകളൊന്നും സഭയിലില്ല. യോഗത്തിന് പോകുക, അവിടെ ചെന്നിരിക്കുക, എല്ലാം ഒന്ന് കാണുക, മടങ്ങി പോരുക, അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അവർ ചിന്തിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ യോഗത്തിന് പോകണം, യോഗത്തിന് പോകണം, ആ സഭായോഗത്തിന് ചെല്ലണം, അവിടെ ഇരിക്കണം, കൂടെ ഒന്ന് പാട്ട് പാടണം, പോരണം. ബാക്കിയെല്ലാം ഉപദേശമാരും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ഇവരൊക്കെ ചെയ്തുകൊള്ളും. എനിക്ക് പ്രത്യേകിച്ച് സഭയിൽ ഒരു ഉത്തരവാദിത്വവും ശുശ്രൂഷകളും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഈ നാളുകളിലുണ്ട്. പ്രിയരെ, ഓർക്കണം, കൃപാവരം എന്ന് പറയുന്നത് ഓരോ വിശ്വാസികൾക്കും ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി പോലും ഇല്ല ഇങ്ങനെ പറയാൻ കഴിയുന്നത് എനിക്കൊരു കൃപാവരവുമില്ല, എനിക്കൊരു ശുശ്രൂഷയും സഭയിൽ ചെയ്യാനില്ല എന്ന് ഒറ്റ വ്യക്തിക്ക് പോലും പറയാൻ കഴിയുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ, ഒരാൾ സാക്ഷ്യത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, ദൈവജനമേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം എനിക്ക് ഒരു കൃപാവരം പോലും ഇല്ല എന്ന് ഒരാൾ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം പറയാതെ പറയുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവ്, കൃപാവരം, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുകയും സഭയുടെ ആത്മീക വർധനവിനായി ദൈവത്തിനായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കിന്ന് നൽകിയിരിക്കുന്ന ചില കൃപാവരങ്ങളെ ഒന്ന് അക്കമിട്ട് ഈ ക്ലാസ് ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും കൃപാവരം എന്തെന്നറിയാം. എന്നാൽ ഏതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കേണ്ട കൃപാവരങ്ങൾ, അത് മാത്രം ഒരു വേദഭാഗത്തു നിന്ന് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ സമയത്തിന് കുറവുകൊണ്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 6 ഓൺവേഴ്സ്. റോമാലേഖനം 12-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. എത്ര കൃപാവരങ്ങളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ പറയാം, 7 കൃപാവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വേദഭാഗം എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ 7 കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 7 കൃപാവരങ്ങളും നിലനിൽക്കുന്ന കൃപാവരങ്ങളാണ്. എന്ന് വെച്ചാൽ ഇന്ന് സ്ഥലം സഭയിൽ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന, നാം ഇന്ന് ഉപയോഗിക്കേണ്ടുന്ന കൃപാവരങ്ങളാണ് റോമാലേഖനം 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അക്കമിട്ട് ഓരോന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായിട്ട്
അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അപ്പോൾ പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം എന്നിവിടെ പറഞ്ഞിരിക്കുമ്പോൾ 1-ാമത്തെ കൃപാവരത്തോട് ബന്ധത്തിൽ തന്നെ നമുക്കൊരു സംശയം തോന്നിയേക്കാം. അപ്പോൾ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരം എന്നത് പ്രവചനം എന്നതാണ്. അപ്പോൾ പൊതുവേ ബ്രദറുകാരൊക്കെ പറയുന്നത് നമുക്ക് പ്രവചനമില്ല എന്നാണല്ലോ, നമുക്ക് പ്രവചനം എന്ന കൃപാവരം ഇല്ല എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സഹോദരൻ ഓൾറെഡി പറയുകയും ചെയ്തു, ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ ഉള്ളതാണെന്ന്. ഈ പ്രവചനം, പ്രോഫസി എന്ന് പറഞ്ഞിരിക്കുന്ന കൃപാവരം, ആ പ്രവചനം എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഫോർ ടെല്ലിങ്ങും, രണ്ടാമത്തെ അർത്ഥം ഫോർത്ത് ടെല്ലിങ്ങുമാണ്. ഫോർ ടെല്ലിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഇംഗ്ലീഷ് വാക്ക് പോലെ തന്നെ മുൻകൂട്ടി പറയുക എന്നതാണ് ഫോർ ടെല്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഫോർ ടെല്ലിംഗ്. മറ്റൊരർത്ഥം ഫോർത്ത് ടെല്ലിംഗ് എന്നതാണ്. ഫോർത്ത് ടെല്ലിംഗ് എന്ന് വെച്ചാൽ ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തിയത് പുറത്തു പറയുക, അല്ലെങ്കിൽ തുറന്നു പറയുക, മറ്റുള്ളവർ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക. ഇതാണ് ഫോർത്ത് ടെല്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയുക പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ പ്രവചിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ 1-ാമത്തെ അർത്ഥം അല്ല, പുതിയതായിട്ട് ദൈവം വെളിപ്പാടുകളൊന്നും നൽകുന്നില്ല. വെളിപ്പാട് പുസ്തകത്തോടുകൂടെ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നൽകി. അതുകൊണ്ട് പറഞ്ഞു ഇതിനോടൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അപ്പോൾ പുതിയ വെളിപ്പാടെന്ന് പറഞ്ഞ് ആർക്കും സംസാരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം അതിൽ നിന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ പ്രവചനം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പുതിയ വെളിപ്പാടുകൾ നൽകുന്നതും, രണ്ട് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് അഥവാ ദൈവത്തിൻ്റെ വചനം അത് മറ്റുള്ളവരോട് പങ്കിട്ട് കൊടുക്കുക എന്നതാണ്. ഇവിടെ 2-ാമത്തെ ആശയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കിടുക, അത് വളരെ അനിവാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം, അതെങ്ങനെ പറയാനായിട്ട് കഴിയും? പ്രവചനം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന വചനമായ, വെളിപ്പാടായ ദൈവത്തിൻ്റെ വചനമാണ്, മറ്റുള്ളവരോട് പങ്കിട്ട് കൊടുക്കുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ഓടി വന്നേക്കാം, ശരിയാ, നമ്മളപ്പോൾ ഒരു കാര്യം പ്രവചിച്ചു എന്ന് വെച്ചാൽ മുൻകൂട്ടിൽ അങ്ങ് പറയുക, ഒരു വെളിപ്പാടെന്ന നിലയിൽ പറയുകയാണെന്നിരിക്കട്ടെ, അത് പൂർണ്ണ വിശ്വാസത്തോടെ ഇത് സത്യമാണെന്ന നിലയിൽ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇവിടുത്തെ ആശയം. അല്ല. വിശ്വാസം എന്ന പദത്തിന് 4 തരത്തിലുള്ള ആശയങ്ങൾ പുതിയ നിയമത്തിലുണ്ട് എന്ന് ഞാൻ പ്രാരംഭ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന്. 4 അർത്ഥങ്ങൾ പ്രധാനമായിട്ടും വിശ്വാസം എന്ന വാക്കിനുണ്ട്. ഒന്നാമത് നാം ചിന്തിച്ചു, വിശ്വാസത്തിന് രക്ഷാകരമായ വിശ്വാസം എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിങ്കൽ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ വയ്ക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സേവിങ് ഫെയ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ചല്ലല്ലോ. 2-ാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. 2-ാമത്തെ വിശ്വാസം എന്ന് അനുദിന ജീവിതത്തിൽ ദൈവത്തിങ്കൽ വയ്ക്കുന്ന ആശ്രയമാണ്. നാം മുമ്പ് പറഞ്ഞതുപോലെ എങ്ങനെ സഹോദര ജീവിക്കുന്നേ? ഒരു ദേവദാസനോട് അല്ലെങ്കിൽ ഒരു ക്രിസ്തു ഭക്തനോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താ? സഹോദര, വിശ്വാസത്താൽ ജീവിക്കുകയാണ്. എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? വിശ്വാസത്താലാണ്. എന്താ അർത്ഥം? അനുദിന ജീവിതത്തിൽ കർത്താവിങ്കൽ വയ്ക്കുന്ന വിശ്വാസമാണ്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് കൃപാവരം എന്ന വിശ്വാസമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം, ചിലർക്ക് വിശ്വാസം എന്ന കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ ആശയം എന്തായിരുന്നു? യൂഥയുടെ ലേഖനം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു സൂചന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ ഉപദേശം. ആ കാര്യമാണ് ഇതിനോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം രക്ഷാകരമായ വിശ്വാസമോ, അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ വയ്ക്കുന്ന വിശ്വാസമോ, കൃപാവരമായിരിക്കുന്ന വിശ്വാസമോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച്
നാലാമത്തെ ആശയമായിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ, വിശ്വാസ പ്രമാണമാണ് ഇവിടെ ചേരുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരുവൻ പ്രവചിക്കുന്നുവെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമായിരിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വേദഭാഗം എടുത്ത് ഒരാൾ വ്യാഖ്യാനിച്ചു എന്നിരിക്കട്ടെ. അദ്ദേഹം വ്യാഖ്യാനിച്ചു മറ്റൊരാളോട് പങ്കിട്ട് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്കിഷ്ടമുള്ള നിലയിലൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയത്തില്ല. ഉപദേശത്തിന് വിപരീതമാകുവാൻ പാടില്ല. എന്താ ഉപദേശമെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു ഉപദേശം, ഒരു ഡോക്ട്രിൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഇറ്റ് ഷുഡ് ബി ടോട്ട് ബൈ ദ ലോർഡ്, പ്രാക്ടീസ്ഡ് ബൈ ദി അപ്പോസ്റ്റൽസ് ആൻഡ് റിട്ടൺ ഇൻ ദി എപ്പിസൽസ്. യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളതും അപ്പോസ്തലന്മാർ പ്രമാണിച്ചു പോകുന്നതും ലേഖനങ്ങളിൽ എഴുതപ്പെട്ടതുമാണ് ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. സഭയുടെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പ്രമാണിച്ചു പോകുന്നതും ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുമുണ്ടായിരിക്കും. ഇതാണ് ഒരു ഉപദേശം എടുക്കുന്നത്. അങ്ങനെയുള്ള ഉപദേശ സത്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലയിലായിരിക്കണം ഒരാൾ, അല്ലെങ്കിൽ അതിന് വിപരീതമാകുവാൻ പാടില്ല ഒരാൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. വചനം എങ്ങനെയെങ്കിലുമൊക്കെ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ വ്യാഖ്യാനിക്കുക, തോന്നിയ നിലയിലൊക്കെ. അപ്പോൾ ഉപദേശത്തിന് വിപരീതമായി പോയി എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിനോ ഒക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഒരുപക്ഷെ ഒടുവിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പാടുള്ളതല്ല. മറിച്ച് വചനത്തോട് ചേർന്ന നിലയിൽ നിൽക്കുന്നത് പോലെ വേണം പ്രവചിക്കാൻ. എന്ന് വെച്ചാൽ വചനം വ്യാഖ്യാനിച്ചു മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കുവാൻ വേണ്ടി. ഒരു ഉദാഹരണം ഞാൻ വേഗത്തിൽ പറയട്ടെ. ഒരു കൂട്ടം സഭയുണ്ടല്ലോ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന സഭ. അതിൻ്റെ സക്കറിയ പുന്നൻ എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം മുമ്പ് പഠിപ്പിച്ചിരുന്നത്, എനിക്കൊന്ന് ഇപ്പോൾ അവരത് മാറ്റിയെന്ന് തോന്നുന്നു. എന്നാൽ മുമ്പ് പഠിപ്പിച്ചു വന്നിരുന്ന ഒരാശയം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. എന്നിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കർത്താവ് നമുക്ക് തുല്യനായി, അതിൻ്റെ 16-ാമത്തെ 15-ാമത്തെ വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ ഈ വാക്യം എടുത്തിട്ട് അവർ വ്യാഖ്യാനിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ശരിയാണ്, യേശുക്രിസ്തു പാപമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് മാതൃകയാണ്. അവിടെ തെറ്റൊന്നുമില്ല മാതൃകയാണെന്ന് പറഞ്ഞതിൽ. എന്നാൽ ഒരു വാക്കൂടെ ചേർത്ത് അവർ മുമ്പ് പഠിപ്പിച്ചിരുന്നു. അതിങ്ങനെയാണ്: ഇഫ് ജീസസ് വാണ്ടഡ് ടു സിൻ ഹി കുഡ് ഹാവ്. യേശുക്രിസ്തുവിന് പാപം ചെയ്യണമായിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. അവർ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: ഇഫ് ജീസസ് വാണ്ടഡ് ടു സിൻ ഹി കുഡ് ഹാവ് സിൻ ബട്ട് ഹി ഡിഡ് നോട്ട് സിൻ. യേശുക്രിസ്തുവിന് പാപം ചെയ്യണമായിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പാപമില്ലാത്തവനായി ജീവിച്ചു, പാപം ചെയ്യാത്തവനായി ജീവിച്ചു. പക്ഷെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. താൻ ഒത്തിരി പരിശോധനകൾ, പ്രലോഭനങ്ങളൊക്കെ നേരിട്ടു, പക്ഷേ യേശുക്രിസ്തു പാപമൊന്നും ചെയ്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് യേശുക്രിസ്തു നല്ലൊരു മാതൃകയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നല്ലൊരു ആലോചനയല്ലേ, നല്ലൊരു ആത്മീയ ചിന്തയല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷെ അതിലൊരു വലിയ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നാം അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കും: യേശുക്രിസ്തു ആരല്ലാതായി തീർന്നു? യേശുക്രിസ്തു ദൈവമല്ലാതായി തീരും. കാരണം യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിപ്പോയി. അപ്പോൾ ഇതാ പറഞ്ഞത്, വ്യാഖ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ
അത് ഉപദേശത്തിന് വിപരീതമാകുവാൻ പാടുള്ളതല്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മടങ്ങി വരാം. ഇവിടെ പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രവചനമെന്ന ഈ കൃപാവരം, ഈ കഴിവ്, ഇതെന്താണ്? ദൈവവചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്ന ആലോചനകൾ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളൊരു കഴിവാണ്. ഇതിനർത്ഥം ഇത് വചനം ഉപദേശിക്കുക, വചനം പഠിപ്പിക്കുക എന്നുള്ളത് അത് മറ്റൊരു കൃപാവരമാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക. ഇങ്ങനെ ചിന്തിച്ചേ, നമ്മുടെ സനസഭകളിൽ ഇങ്ങനെയുള്ള സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ ഉണ്ടായിരിക്കാം. സഹോദരിമാരോടുണ്ട് കേട്ടോ. ചില സഹോദരിമാരും ദൈവം ഈ നൽകിയിരിക്കുന്ന ഈ ഒരു കഴിവ് അവരുടെ അടുക്ക് വരുന്ന ഇളയ സഹോദരിമാരെ അല്ലെങ്കിൽ മറ്റു സഹോദരിമാർക്കൊക്കെ ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളവരെയൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നത്. അവരോട് ഇന്നയാളുടെ കുറ്റം പറയുവാനോ ഈ പ്രശ്നങ്ങളൊക്കെ പറയുവാൻ വേണ്ടിയായിരിക്കും വരുന്നത്. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നമൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ സഹോദരൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം അല്ലെങ്കിൽ ദൈവാത്മാവ് എനിക്ക് കാണിച്ച് നൽകിയതെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ദൈവം അതിന് വചനത്തിൽ എന്താ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരമെന്ന നിലയിൽ ആ കോൺവെർസേഷൻ തന്നെ, ആ സംഭാഷണം തന്നെ ആ നിലയിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് തീർക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ, എപ്പോൾ ഫോൺ വിളിച്ചാലും അവർക്ക് പറയാനുള്ളത് ദൈവവചനമായിരിക്കും. എപ്പോൾ കണ്ടാലും പറയാനുള്ള ദൈവവചനമായിരിക്കും. എല്ലാവരെ കൊണ്ടൊന്നും സാധിച്ചു എന്ന് വരികയില്ല. ഒരുപക്ഷെ വചനം പ്രസംഗിക്കുകയും വചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഉണ്ട് എന്ന് വരികയില്ല. അത് ചിലർക്കുണ്ട്. അവരുടെ വീട്ടിൽ വരുന്നവരോടും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടും ഒക്കെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു കൊടുക്കുവാനുള്ള വലിയ ആഗ്രഹമുള്ളവരായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ളവർ പ്രിയരെ, അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമാണ്. കാരണം വ്യക്തിപരമായി അതൊക്കെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ വീട്ടിൽ പോകുന്ന സമയങ്ങളിലും കാണുന്ന സമയങ്ങളുമൊക്കെ അവർ ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായിട്ട് പങ്കിട്ട് തന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് തന്ന് തിരുത്തിയൊക്കെ നൽകിയപ്പോൾ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ അനവധിയാണ്. അപ്പോൾ നമ്മുടെ സനസഭകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു കൃപാവരം അതേ നിലയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മുമ്പോട്ട് വരാം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ കാര്യം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശുശ്രൂഷ. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരം ശുശ്രൂഷ എന്നുള്ളതാണെങ്കിൽ അത് നിർവഹിക്കുവാൻ, അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമാണ്. ദൈവേഷ്ടം ചെയ്യുന്നവരാകുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ കഴിവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. ഇനി എന്താ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്? ചില ആളുകളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ശുശ്രൂഷ എന്ന് പറയുന്നത് സഭായോഗത്തിന് ചെല്ലുക, ശുശ്രൂഷകന്മാർ യോഗത്തിന് ചെല്ലുക, അപ്പം നുറുക്കി കൊടുക്കുക, പാനപാത്രം എടുത്തു കൊടുക്കുക, വീട്ടിൽ പോരുക. ഇതാണ് ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ എന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷ എന്ന്, സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൃപാവരത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ശാരീരികമായി ചെയ്യുന്ന അധ്വാനങ്ങളാണ്. ഒരുപക്ഷെ സഭാ ഹാളിൽ യോഗത്തിന് മുമ്പേ കടന്നു വരിക, നേരത്തെ വന്ന് കസേരകളൊക്കെ ഇടുക, മൈക്കിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യുക, ഒരു യോഗത്തിന് ദൂരത്തുള്ള ചില ആളുകളെ പോയി കൂട്ടിക്കൊണ്ട് വരുവാനുള്ള മനസ്സ് കാണിക്കുക, ഓടി നടന്ന് സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളൊരു മനസ്സ്, ഇതിനെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, ഇത് ശുശ്രൂഷകന്മാർക്കും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് യോഗത്തിന് വന്ന് അപ്പം നുറുക്കി കൊടുക്കുക, വീട്ടിൽ പോകുക എന്നതല്ല. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പെട്ടെന്നൊരു മനസ്സിലേക്ക് ഒരു വാക്യം ഉദാഹരണമായിട്ട് ഓടി വന്നേക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അവിടെയുള്ള വിധവമാരെ, യവന ഭാഷക്കാരെ, എബ്രായ ഭാഷക്കാരുടെ അവർ വില മതിക്കുന്നില്ല എന്ന് വന്ന് ഒരു പിറുപിറുപ്പിൻ്റെ ഒരു സാഹചര്യം വരുന്നു.
അപ്പോൾ അപ്പോസ്തലന്മാർ പന്തിരുവർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് വിഹിതമല്ല, യോഗ്യമല്ല. അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? അപ്പോൾ ചിലർ പറഞ്ഞേക്കാം, ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്നത്, മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ കത്രുമേശയോടുള്ള ബന്ധത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. യെരുശലേം സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ രേഖപ്പെടുത്തി ഞങ്ങൾ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല എന്ന് അപ്പോസ്തലന്മാർ ഇവിടെ പറയുന്നതിൻ്റെ കാരണം, അതുവരെയും ആ കാര്യം കൂടി ഇവരാ ചെയ്തു വന്നിരുന്നത്. ഏതായിരുന്നു ആ കാര്യം? യെരുശലേമിലെ മേശ എന്നവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം ഒടുവിലും ഒക്കെ വായിക്കുന്നുണ്ട്. അനേകർ അവർക്കുള്ള വസ്തുവകയൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു, മേശയിങ്കൽ വെച്ചു. ഇവിടെ നിന്നാണ് വിധവമാർക്ക് സഹായം ചെയ്യുന്നത്, ആളുകൾക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത്, ആഹാരത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരണം, ഇതിനൊക്കെ അർത്ഥമാക്കിയിരിക്കുന്ന ഈ മേശകളിലുള്ള ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൂടെ ഞങ്ങൾ ശ്രദ്ധ വയ്ക്കാൻ പോയാൽ പ്രശ്നമാകും. അവിടെ ഓൾറെഡി ഒരു പിറുപിറുപ്പുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് പറയും, ഞങ്ങൾ ഇനി മേശകളിലുള്ള ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കുമായി മാറിയിരിക്കാം എന്ന് വെച്ചാൽ ഈ ഭൗതികപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഈ കൃപാവരങ്ങൾ ലഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ പിന്നിൽ നിൽക്കാതെ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ആത്മപ്രേരണയാൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, സഭയ്ക്ക് വേണ്ടി എന്തിനും റെഡിയായി നിൽക്കുന്നവർ, ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ നമുക്കിടയാവേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ളവർ അത് ചെയ്യുമ്പോൾ അത് കുറേ കൂടെ ഭംഗിയുള്ളതായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഭയുടെ ആത്മീക വർധനവിന് അവരുടെ പങ്ക് വളരെ വലുതാണ്. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരം ആ ശുശ്രൂഷ എന്ന കൃപാവരമാണെങ്കിൽ അത് കേവലം അപ്പവും വീഞ്ഞും എടുത്തു കൊടുക്കുക എന്നത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും, ഭൗതികപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് പരമാവധി ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തേത്, 3 മുതലുള്ള വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. മൂന്നാമത്തേത് ഉപദേശിക്കുവാനുള്ള കഴിവാണ്. അതാണല്ലോ റോമാലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉപദേശിക്കുന്നവൻ. നമ്മൾ ഉപദേശിക്കുക എന്ന് വെച്ചാൽ ബീങ് എ ബൈബിൾ ടീച്ചർ, ദൈവവചനം പഠിപ്പിക്കുവാനുള്ള കഴിവ്, ദൈവവചനം പഠിപ്പിക്കാനുള്ള കഴിവ്. ഈ കഴിവുള്ളവർ സ്ഥലസഭകളിലുണ്ട്. അങ്ങനെയുള്ളവർ ആ കൃപാവരം പരമാവധി ആ സ്വനസഭയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇത് വൈഡർ റേഞ്ചിലുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മറ്റു സഭകളിൽ പഠിപ്പിക്കുകയും സ്വന്തം സ്വനസഭയിലും പഠിപ്പിക്കുക എന്ന ഒരു കഴിവ് ലഭിച്ചിരിക്കുക. വചനം പഠിപ്പിക്കുവാനുള്ള കഴിവ്, പഠിപ്പിക്കുവാനുള്ള കഴിവ്. നാലാമത്തെ കൃപാവരമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ. ഇതാണ് നാലാമതായി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രബോധനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില വിശ്വാസികളൊക്കെ ചിന്തിക്കുന്നത് പെട്ടെന്ന് എന്താണ്, ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നതിന് പൊതുവെ പറയാം, ഞായറാഴ്ച ഒരു പ്രബോധനം പറയണമേ, അല്ലെങ്കിൽ ഒരു പ്രബോധനം പറയുകയാണ്. ഞായറാഴ്ച നാം അപ്പം നുറുക്കുവാൻ കൂടി വരുമ്പോഴുള്ള യോഗത്തിൽ പ്രബോധിപ്പിക്കുക എന്നൊരു കാര്യം ഇല്ല. വചന ശുശ്രൂഷയുണ്ട്, എന്നാൽ ആരാധനാത്മകമായ ചിന്തയെ പ്രബോധനം എന്ന് പറയുന്ന പലരുമുണ്ട്. അത് ഞാനിവിടെ അത് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും പലരും ആ സമയത്താണ് പഠിപ്പിക്കുന്നത്, നാം ഇങ്ങനെ വേണം അങ്ങനെ വേണം, നാം അതൊരു പ്രസംഗമായിട്ട് ചിന്തയൊക്കെ മാറിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രബോധിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രബോധനത്തെക്കുറിച്ച്, അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല, അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചല്ല. മറിച്ച് ഇവിടെ പ്രബോധിപ്പിക്കുന്നവൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ച അതേ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആശ്വാസകൻ, സഹായകൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ തളർന്നിരിക്കുന്ന ഒരു വിശ്വാസിയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കഴിവാണ് ഇവിടെ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിക്കുക, ദൈവം നൽകിയിരിക്കുന്ന ആലോചനയിലൂടെ പ്രബോധിപ്പിക്കുവാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ഒരു വിശ്വാസി തളർന്നിരിക്കുക, ആത്മീയമായിട്ടൊക്കെ ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് പോവുക, അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്ത്
ദൈവവചനത്തിൽ നിന്നും ബോധ്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് അദ്ദേഹത്തെ മുൻപിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവ്. ഇത് ദൈവനാമമുഹൂർത്തത്തിനായിട്ട് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമല്ലേ? എത്രയോ വിശ്വാസികളാണ് അന്യോന്യം ഒരു കാര്യങ്ങളും അന്വേഷിക്കുക പോലും ഇല്ല. വല്ലപ്പോഴും എങ്കിലുമൊക്കെ ഒന്ന് പോയി കാണുകയും ഒന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ തന്നെ മടിയുള്ള എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഒരു സനസഭയിലെ ഒരു മൂപ്പൻ അദ്ദേഹത്തിൻ്റെ നടന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ആ സനസഭയിലെ വിശ്വാസിയുടെ വീട് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഇവർ അവിടെ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ അനേക വർഷങ്ങളായി ഒന്നിച്ചു കൂടുന്ന വരുന്നവരാ, എങ്കിലും ആ സഹോദരന് ആ സഭയിലെ വിശ്വാസിയുടെ വീട് എവിടാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനൊരവസ്ഥയിലൊക്കെ വന്ന് തീരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഒരു കൃപാവരത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുക. എന്താണ്? പ്രബോധിപ്പിക്കുവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ. ബൈബിളിലേക്ക് വരുമ്പോൾ അനേക ഉദാഹരണങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം, ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന് 24 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അപ്പൊല്ലോസിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അപ്പൊല്ലോസ് അവിടെ കടന്നു വന്ന് അപ്പൊല്ലോസിൻ്റെ പ്രസംഗമൊക്കെ അപ്പൊല്ലോസ് അവിടെ കടന്നു വന്ന് പ്രസംഗിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അപ്പൊല്ലോസിന് ഒരു പ്രശ്നം തൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. അപ്പോൾ 26-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അക്വിലാസും പ്രിസ്കില്ലയും ഉണ്ടായിരുന്നു. അവർ ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അതാണ് ആ കുടുംബം അക്വിലാസും പ്രിസ്കില്ലയും ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ അപ്പൊല്ലോസിനെ ചേർത്ത് നിർത്തി അദ്ദേഹത്തെ കുറച്ചുകൂടെ ബലവാനാക്കി, കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി സ്പഷ്ടമായി പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തുന്ന ഒരു ചിത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ആവശ്യമാണ്. ഒരു സഹോദരനൊരു പ്രയാസം വന്നു, അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു സമീപനമുണ്ടായി, ഉടനെ അദ്ദേഹത്തെ ശിക്ഷിക്കുക, തള്ളിക്കളയുക എന്നൊരു മനോഭാവമല്ല, മറിച്ച് എന്താ, ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനോഭാവം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സനസഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ. അങ്ങനെയെങ്കിൽ ഇതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റു ചില ഉദാഹരണങ്ങളുണ്ട്. ഞാൻ വേഗത്തിൽ ബർന്നബാസിനെ കുറിച്ച് മാത്രം ഒന്ന് പറയട്ടെ. ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് എൻകറേജ്മെൻ്റ് എന്നാണ്. പ്രബോധന പുത്രൻ എന്നാണ് ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, അല്ലേ? പ്രബോധിപ്പിക്കുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ. തൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. നാം വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് മാനസാന്തരപ്പെട്ട് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിന് അപ്പോസ്തലന്മാരോട് ചേരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ഒറ്റ അപ്പോസ്തലനും തന്നെ ചേർക്കുവാൻ തുനിയാതിരുന്നപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ബർന്നബാസ് കൈക്ക് പിടിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഓർക്കണം, ഇതാ പ്രോത്സാഹനം. കൈക്ക് പിടിച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുവരുവാനുള്ളൊരു മനസ്സ്. പിന്നീട് ബർന്നബാസ് മർക്കോസിനോടുള്ള ബന്ധത്തിലും ഇതേ കാര്യം തന്നെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പൗലോസ് തള്ളിക്കളയുമ്പോഴും ബർന്നബാസ് കൂടെ ചേർത്ത് നിർത്തുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെയുള്ള കൃപാവരൻ നൽകിയിരിക്കുന്നവരെ സഹായിക്കട്ടെ. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ എത്രമാത്രം വ്യത്യാസങ്ങൾ നമ്മുടെ സനസഭകളിൽ ഉണ്ടാകും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കഴിവ് ദൈവത്തിനു വേണ്ടി ഒന്ന് പ്രയോജനപ്പെടുത്തിക്കേ, നല്ല വ്യത്യാസങ്ങൾ സനസഭകളിൽ ഉണ്ടാകും. നമ്മുടെ സനസഭയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടവരെ, പിന്മാറ്റത്തിൽ നിൽക്കുന്നവരെ, ആത്മീയ കാര്യങ്ങളിൽ മുന്നിലേക്ക് വരാതെ ഒരു തളർന്ന അവസ്ഥയിലിരിക്കുന്നവരെയൊക്കെ ഒന്ന് പ്രബോധിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ആശ്വാസം നൽകി ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നേ, വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. 5-ാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരം എന്ന് പറഞ്ഞിരിക്കുന്നത് ദാനം ചെയ്യുക എന്ന കൃപാവരമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ദാനം ചെയ്യുന്നവൻ. അപ്പോൾ അതെന്താണ് ഗിവിങ് എന്ന് വെച്ചാൽ
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകളിൽ നിന്നും ദൈവത്തിനായിട്ട് കൊടുക്കുക എന്നതാണ്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ്, ദാനം ചെയ്യുക അല്ലെങ്കിൽ ഗിവിങ് എന്ന് പറയുന്ന കൃപാവരം എന്ന് വെച്ചാൽ അതെല്ലാ വിശ്വാസികളും ചെയ്യേണ്ട ഒരു കടമയാണെങ്കിൽ പോലും ഈ കൃപാവരമൊക്കെ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആരാണെന്നറിയാമോ? കാശുള്ളവരാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ സമ്പത്തുള്ളവർ കൊടുക്കണം. എന്നാൽ സമ്പത്ത് കുറഞ്ഞവരെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരൊന്നും അധികം കൊടുക്കാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പൊതുവെ അനേകരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നയാൾക്ക് പണമുണ്ടല്ലോ, അദ്ദേഹം കൊടുത്തോട്ടെ. എനിക്ക് പറയട്ടെ, പണമുള്ളവർ പലരും കാണും. പക്ഷേ ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു ബോധ്യം, ഈ കൃപാവരം ലഭിച്ചിട്ടുള്ളവർ പണമുണ്ടെങ്കിലും കുറവാണെങ്കിലും കൊടുക്കും. അതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിനായിട്ട് കൊടുക്കുവാൻ, ദാനം ചെയ്യുക എന്നുള്ളതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൃപാവരം കൂടി ഇനി ദൈവം സഭയിലുള്ള പ്രിയപ്പെട്ടവർ നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ. ഇനി ആറാമതായി പറഞ്ഞിരിക്കുന്നത് ഭരിക്കുന്നവൻ എന്ന കൃപാവരത്തെക്കുറിച്ചാണ്. ഭരിക്കുക എന്ന കൃപാവരം, അതിന് മറ്റൊരു വാക്കെന്ന് പറയുന്നത് ഈ ഭരണം എന്നതിനേക്കാളും നേതൃത്വം വഹിക്കുക എന്ന കൃപാവരമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേതൃത്വം വഹിക്കുക. ആ നേതൃത്വം വഹിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്സാഹത്തോടുകൂടെയാണ്. പ്രത്യേകിച്ച് സഭാമൂപ്പന്മാരോടുള്ള ബന്ധത്തിലുമൊക്കെ ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപാവരം കൂടെയാണിത്. എന്ത്? നേതൃത്വം വഹിക്കുവാനുള്ള കഴിവ്. ഞാൻ അധികം അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നേതൃത്വം വഹിക്കുക അത് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ്. ഏഴാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കരുണ ചെയ്യുന്നവൻ. അതിൻ്റെ 8ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പോൾ ഏഴാമത്തെ കൃപാവരമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണ ചെയ്യുക എന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവസ്ഥ കണ്ട് മനസ്സിലാക്കി മനസ്സലിഞ്ഞ് പെരുമാറുവാനുള്ള കഴിവാണ്. ഇത് പ്രത്യേകം ഇങ്ങനൊരു കൃപാവരം നൽകിയവർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ചിലരുടെ അവസ്ഥയൊക്കെ കണ്ട് പെരുമാറുവാനുള്ള ഒരു മനസ്സ്, കരുണ ചെയ്യുക. എന്താണ്? ചിലരുണ്ട് എങ്ങനെ ഇടപെടണമെന്ന് പോലും അറിയത്തില്ല. വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയത്തില്ല. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ ചില പ്രിയപ്പെട്ടവരൊക്കെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കാം. ചില ആളുകളൊക്കെ ചിന്തിച്ച് ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിച്ചു പോരാം, അതൊരാശ്വാസമാകുകയില്ലേ എന്നൊക്കെ കരുതി പോകുന്നവരുണ്ട്. എന്നാൽ അവർ കടന്നു ചെല്ലുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രയാസമായിട്ട് പിന്നീട് തീരുന്നത്. ചിലപ്പോഴൊക്കെ സഭയിൽ നിന്നൊരു തീരുമാനം എടുക്കും, ഒരാൾ പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുക, അപ്പോൾ ഒന്ന് പോയി കാണണം. അപ്പോൾ 2-3 പേരൊക്കെ അവിടെ സഭയിൽ നിന്ന് പോകുകയാണ്. ഈ കൃപാവരം അല്ലെങ്കിൽ കരുണ ചെയ്യുവാനുള്ള ആ ഒരു കൃപാവരം ഇല്ലാത്തവർ പോയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം മനസ്സലിഞ്ഞ് പെരുമാറുവാൻ കഴിവില്ലാത്തവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ചിലപ്പോഴൊക്കെ പനി പിടിച്ച് അഡ്മിറ്റൊക്കെ ആയി കിടന്ന ഒരാൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കുവാൻ ഹോസ്പിറ്റലിൽ ചെന്നു എന്നിരിക്കട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള കാര്യം വളരെ വ്യത്യസ്തമായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തുണ്ട് വിശേഷം, കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ചർച്ചയാണ്. അവർ ഒരുപക്ഷെ ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇതുപോലൊരാൾക്ക് ഞങ്ങളുടെ അയൽപക്കത്ത് പനി പിടിച്ചതാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പനിയൊക്കെ മാറി വീട്ടിൽ വന്നു, പിറ്റേ ദിവസം വീണ്ടും പനി പിടിച്ചു, ആ പനിയോടുകൂടെ ആൾ മരിച്ചുപോയി. ഇങ്ങനെയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. സ്ഥിരമായി കേൾക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, രോഗിയായിരിക്കുന്ന ഒരാളെ, ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്ന ഒരാൾ കൂടെ ആയിരിക്കാം, അവരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചോണം. പ്രത്യാശ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവമേ കൂടുതൽ പ്രത്യാശയോടെ ഈ നാളുകൾ ഇരിക്കുവാൻ അങ്ങ് സഹായിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന്, മനസ്സിലായോ, പെട്ടെന്ന് അങ്ങനെ നടക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ ആ നിലയിൽ സഹായിക്കണമേ. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്നയാൾക്ക് അതിൻ്റെ താല്പര്യം കർത്താവിൻ്റെ വരവിനോടുള്ള പ്രത്യാശയെക്കുറിച്ചൊന്നുമില്ലാത്ത നിലയിൽ ഇന്നയാൾക്ക് പ്രത്യാശ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രോഗസൗഖ്യം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സഹോദരന്മാരെ അവിടെ വിളിച്ചു വരുത്തുമ്പോൾ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിലുള്ള അപ്പോൾ ആശ്വസിപ്പിക്കുന്നതിന് പകരം യോബ് പറഞ്ഞതുപോലെ യോബിൻ്റെ സ്നേഹിതന്മാർ വന്ന് യോബിനോട് കൂടെ ചില ദിവസങ്ങൾ തന്നെ ഒന്നിച്ചിരുന്നു, ഒരു അക്ഷരം പോലും മിണ്ടാതായിരുന്നു. അതായിരിക്കും ഒരുപക്ഷെ യോബ് ഏറ്റവും അനുഭവിച്ച ആശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ സ്നേഹിതന്മാർ വാ തുറക്കാൻ തുടങ്ങിയപ്പോൾ യോബ് തന്നെ പറഞ്ഞു, ഇവർ വ്യസനിപ്പിക്കുന്ന
ആശ്വാസകന്മാർ, വ്യസനിപ്പിക്കുന്നവരായിത്തീരുന്നു. പ്രിയരെ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ കൃപാവരമൊക്കെ ലഭിച്ചവർ അവരൊക്കെ ഒന്ന് വീട്ടിൽ വന്നോ, അല്ലെങ്കിൽ ഒന്ന് കണ്ട് തോളത്തൊക്കെ ഒന്ന് കൈവിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അത് വളരെ അധികമാണ്. അത് ആത്മീക വർധനവിന് ഉതകുന്നതാണ്. എങ്ങനെ ആത്മീയ വർധനം ഉണ്ടാകുന്നത്? ഒരു സഹോദരൻ്റെ ഒരു പ്രയാസഘട്ടത്തിൽ നമ്മൾ ചെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനെ ആ നിലയിൽ ഒന്ന് പെരുമാറിയൊക്കെ എന്ന് വെച്ചാൽ കരുണയോടുകൂടെ ഇടപെട്ടൊക്കെ മടങ്ങി വരുമ്പോൾ അദ്ദേഹം അതൊരിക്കലും മറക്കുകയില്ല. നമ്മുടെയൊക്കെ പ്രയാസഘട്ടങ്ങളിലും പ്രയാസ നാളുകളിലും രോഗാവസ്ഥകളിലുമൊക്കെ കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഒപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ നാം എന്തെങ്കിലും മറക്കുമോ? നാം മറക്കുകയില്ല. ഇതാണ് സഭയോടുള്ള ബന്ധത്തിലുണ്ടാകുന്ന ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. സഭയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അവിടെ അന്യോന്യം പോയി കാണുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അവർക്ക് ലഭിക്കുന്ന ആശ്വാസവും സന്തോഷവും അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ വർദ്ധിക്കും, സഭയോടുള്ള ബന്ധത്തിൽ വർദ്ധിക്കും, ഈ സഭയിലെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ അത് വർദ്ധിച്ചു വരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒനേസിഫോറസിനെ കുറിച്ചൊരു കാര്യം അവിടെ ഇങ്ങനെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു: പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ഇവിടെ പൗലോസ് പറയുക, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനാണ് ഒനേസിഫോറസ്. പ്രിയരെ, നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിൽ നമ്മെ തണുപ്പിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവിന് മഹത്വം. അങ്ങനെയുള്ളവർ നമ്മുടെ സനസഭകളിലുണ്ട്. അവർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപാവരം അത് പ്രയോജനപ്പെടുത്തുമ്പോൾ എത്ര അനുഗ്രഹമാണ്. എന്നിങ്ങനെ പറയട്ടെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂവിലെ അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാണ്. നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് സ്വാഭാവിക കഴിവുകൾ നൽകിയിട്ടുണ്ട്, നമുക്ക് കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്, നമുക്ക് കുടുംബങ്ങളെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നൽകിയിരിക്കുമ്പോൾ ഇഫ് യു ആർ റെഡി ടു ഗീവ് ബാക്ക് ടു ദ ലോഡ്, കർത്താവിന് ഇതൊക്കെ മടക്കി കൊടുക്കുവാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, അല്ല ഈ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ നമ്മുടെ സനസഭയുടെ ആത്മീക വർധനവിന് വേണ്ടി അത് നാം പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിൽ സന്തോഷിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക, അത് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുവാൻ, അത് ചെയ്യുവാൻ നമുക്ക് കഴിയുക എന്നതാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അത് ചെയ്യുന്നവരായി തീരുക എന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിച്ചു, ദൈവേഷ്ടം ചെയ്യുന്നവരാരാണ്? ദൈവത്തിന് പ്രഥമ സ്ഥാനം ജീവിതത്തിൽ നൽകുന്നവരാണ്. 1-ാം സ്ഥാനം ദൈവത്തിന് നൽകുന്നവരാണ് ദൈവേഷ്ടം ചെയ്യുന്നവർ. രണ്ടാമതായി നാം ചിന്തിച്ചു, താഴ്മയുള്ളവർ ദൈവേഷ്ടം ചെയ്യുന്നവരാണ്. തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ താഴ്ത്തി താഴ്മയോടുകൂടെ പോകുന്നവർക്ക് ദൈവം കൃപ നൽകുന്നു, അവരിൽ ദൈവം സന്തോഷിക്കുന്നു. മൂന്നാമതായിട്ട് നാം ഇന്ന് ചിന്തിച്ചത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്തും, അത് കഴിവുകളാകട്ടെ, സമ്പത്താകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാകട്ടെ, ഇത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നാം തീരുകയാണ്. ഈ ഭൂവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ കൃപാവരങ്ങൾ എന്ന് നാം ചിന്തിച്ചു. കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന, മനുഷ്യർക്ക് ദാനങ്ങളെ നൽകിയിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ. അത് നാം അനുസരിക്കുന്നവരായി, പ്രയോജനപ്പെടുത്തുന്നവരായി, സഭയുടെ ആത്മീക വർധനവിനായിട്ട് നാം മനഃപൂർവ്വമായിട്ട് അത് പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവം അതിൽ സന്തോഷിക്കും. ആ നിലയിൽ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് പ്രാവശ്യമായിട്ട് ഒന്നിച്ചുകൂടി വരാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.